ഇന്നലെ ഒരു 11 മണിയായപ്പോൾ അവളെന്നെ വിളിച്ചിരുന്നു. അപ്പം അവൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി പറയാതെയാണ് പോയത്. ഇപ്പം എന്തെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇന്നലെ ഒത്തിരി സംസാരിച്ച് രാത്രിയാവും ബിയർ എടുത്തുകൊണ്ട് വന്ന് കുടിച്ച് എന്നിട്ട് സംസാരിച്ചതെന്ന് വെച്ചാൽ അവന് നേരത്തെ ഒരു കൊച്ചുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് മറ്റുമാണ്. അപ്പം ആ കൊച്ച് ആത്മഹത്യ ചെയ്തു. അപ്പം അതിൻ്റെ കാര്യമാണ് അവൻ പറഞ്ഞ ആ കൊച്ച് അവളായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു. അവൻ പിന്നീട് എന്നെ നല്ലപോലെ അവളെന്നെ നല്ലപോലെ നോക്കുമായിരുന്നു എന്നൊക്കെ കൂടെ പറയും. അപ്പം ഇവള് അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവള് ഹാളിനകത്ത് പോയി കിടക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഇവള് ചോദിച്ചെന്ന്, ചേട്ടാ ഞാൻ അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലേ, പിന്നീട് ഞാൻ എന്തിനെല്ലാം ചെയ്തെന്നിട്ട് ചേട്ടാ അവളാണ് നല്ലതെന്ന് പറയുന്നത്, അതെന്തിനു കൂടെ അത് പറയുന്നത്, അത് പോയില്ലേ പിന്നെ എന്തെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച്. പിന്നെ അവൻ്റെ അമ്മയൊക്കെ പറയുമായിരുന്നു അത് നല്ല കതിര് പോലെ ഇരുന്ന പെണ്ണാണെന്ന് നേരത്തെ ചെന്നപ്പോഴേക്ക് പറയുമായിരുന്നു. പിന്നെ വേറെ ഒരു ഇതുണ്ടായിരുന്നു അതിന്. അതും ആ ഫോട്ടോ പെണ്ണുമായിട്ടിരിക്കുന്ന ഫോട്ടോ പിന്നീട് അവൻ്റെ മൊബൈലിൽ കിടന്ന് കണ്ടായിരുന്നു. അപ്പം അത് അവള് നേരത്തെ ചോദ്യം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അപ്പം ഇന്നലെ എന്നെ വിളിച്ചു. അപ്പം ഞാൻ സംസാരിച്ചു. അവള് നല്ലതിലൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരണം, അത്യാവശ്യം എവിടെ ഉണ്ട്, ചോറ് കൊടുത്തിട്ട് വരാം. അപ്പം പറഞ്ഞു അമ്മ വരണ്ട, മഴയൊക്കെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ, എനിക്കിവിടെ ഒരു കൊച്ചിനെ കാണാൻ പോകണം, എല്ലാവരും പോകണം, ഒരെവിടെയും പോകണമെന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞു അമ്മ പോകുന്നു പറഞ്ഞു. ചേട്ടൻ എന്തായാലും വരെയൊന്നുമില്ല, ഇന്നിനി 9 മണിയായേ വരും, എന്നെ വിളിക്കുകയില്ല, ഇതുവരെ എന്നെ വിളിച്ചില്ല. ഞാൻ അവനെ വിളിച്ചു. അവള് വിളിച്ചെന്ന് പറഞ്ഞു. അവൾ 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ എടുത്തില്ല. പിന്നെ എടുത്തു. അവൻ ഫോൺ കോളിലായിരുന്നു. എടുത്തിട്ട് പിന്നെ എന്തെന്ന് വെച്ചാൽ പിന്നെ അവള് പിന്നെ എടുത്തിട്ട് പിന്നെ അവൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനെ വിളിച്ചു. ചേട്ടൻ അവിടെ ഉണ്ടെന്നപ്പോൾ പറഞ്ഞ് അവിടെ ഇത്ര നേരം ഫോൺ കോളിലായിരുന്നു, ഇപ്പം അങ്ങ് പുറത്തോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഇതും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ സമാധാനമായിട്ട് ഇരി എന്നൊക്കെ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ അങ്ങ് ഓക്കെ ആയി. അങ്ങനെ ഞാൻ എന്നിട്ട് അമ്മ ഞാനകത്ത് കിടക്കട്ടെ, എനിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. ഞാൻ വല്ലതും കഴിച്ചാന്ന് ചോദിച്ചപ്പം എന്തോ എടുത്ത് കഴിച്ചെന്ന് പിന്നെ അവൾ പറഞ്ഞു, പഴം എന്തോ കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് കിടക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് പിന്നെ ഞാൻ അവനെയും വിളിച്ചു. ഡേ നീ എന്തൊരു പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾക്ക് പറഞ്ഞു തീർത്തപ്പോഴും നീ മിണ്ടാതെ പോയെന്ന് പറഞ്ഞു. അത് അവൾ രാവിലെ എഴുതിച്ചില്ല, അവൾ ഇന്നലെ എന്നെ ഉറക്കിയില്ല എന്ന് ചോദിച്ചപ്പം ഞാൻ ചോദിച്ചു ഉറക്കിയില്ലെന്ന് എന്തേലെന്ന് ചോദിച്ചു. അത് അവൾ 3 മണി വരെ ഉണർന്ന് എൻ്റെ കണ്ണിൽ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരുന്നു, അതുകൊണ്ട് എനിക്ക് ഉറക്കാൻ പറ്റിയില്ല, അവൾ രാവിലെ കിടന്നുറങ്ങുന്നു, ഞാൻ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ ഡ്യൂട്ടിയിലല്ലേ, പിന്നെ ശരിയെന്ന് ഞാൻ സംസാരിച്ചിനി ഭക്ഷണമാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അല്ല ഞാൻ ഇപ്പം ഡ്യൂട്ടി അല്ല പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയിപ്പം വേണ്ട, നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വന്ന് ആക്കുന്നു പറഞ്ഞു. അപ്പം അവളോട് ഞാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത്, എനിക്ക് മറ്റന്നാൾ എക്സാം ഉണ്ട് PSC, ആ പരീക്ഷ ഉണ്ടല്ലോ, പിന്നെ അമ്മ എന്താ അങ്ങനെ പറഞ്ഞു, ഞാൻ നാളെ അവിടെ പോയിരുന്ന് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇവരൊക്കെ വന്നവരെ കൂടെ ഞാൻ പോയപ്പോഴിവരെ അച്ഛൻ വിളിച്ചു. അച്ഛനെ ഇവൻ വിളിച്ചു, അച്ഛന് അതിൽ വിളിച്ചപ്പോഴത്തേക്കും എന്തിനാണെന്നറിയാൻ വയ്യാത്തോണ്ട് അവർ ഡ്യൂട്ടിയിലായിരുന്നു. അത് കഴിഞ്ഞൊരു 3 കാലം കണ്ടായപ്പോൾ എന്നെ വിളിച്ചു. ഇപ്പോൾ ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവരൊത്തിരി പ്രശ്നത്തിലാണ്, വീണ്ടും തുടങ്ങി, ഇത്രയും നാൾ കുഴപ്പമില്ലാതെ നല്ലപോലെ ഇരുന്നതല്ലേ എന്ന് പറഞ്ഞു. പല ആവർത്തി ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ വീട്ടുകാർക്ക് നല്ലപോലെ അറിയാം, വീട്ടുകാരും അവന് സപ്പോർട്ടാണ്. പിന്നെ ഈ അടിക്കുകയും ഉപദ്രവിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും പിന്നെ ഇതെല്ലാം ചെയ്യും. പിന്നെ ആ പാടുകളെല്ലാം നമ്മൾ ഫോണിലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നീട് അപ്പോൾ അതൊക്കെ ഏതാണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ എൻ്റെ ഫോണിലോട്ട് അയച്ച് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അത് ചിലതൊക്കെ പോയത്
ആ സമയം തൊട്ടും ഇവള് കാണാൻ വന്നപ്പോ കള്ള് കുടിക്കുമെന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ പിന്നീട് അവന് എവിടെ ഇരുന്ന് കള്ള് കുടിച്ചിട്ട് കൂട്ടുകാര് ഇവന്റെ ഫോണിൽ നിന്നാണ് ഇവക്കൊരു ഇത് വന്നത്. അതില് ഇവനെ കാണാനില്ലായിരുന്നു, ബാക്കിയുള്ളവർ ഇരുന്ന് വെള്ളം അടിക്കുന്നത്. അപ്പൊ ഇവക്ക് മനസ്സിലായി അവൻ കുടിക്കും എന്ന്. അപ്പം ഇവള് വിചാരിച്ചത് എല്ലാവർക്കും ദൃശ്യം ഉണ്ടല്ലോ എന്ന്. കല്യാണത്തിന് മുമ്പ് ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പിന്നീട് ഇവന് മന്തെൻഡിന് ഒരുപാട് താമസിച്ചേ വരും. അത് പരുതന്നൂരാകുമ്പോഴും 12-1 മണിയാവും. അപ്പൊ ഇവള് ക്ലാസ്സിന് പോയി തുടങ്ങി. ഇവിടെ തിരുവനന്തപുരം സിവിലിയൻസിലാണ്. അപ്പൊ അവിടെ പിന്നീട് ഇവളും കൂടെ 12 മണി വരെ ഇരിക്കുന്നിട്ട് ഒരുമിച്ച് പോകും. അങ്ങനെ ഒരു ദിവസം അവൻ കല്ലറ ചെന്നിട്ട് കല്ലറ വരെ വേറൊരു പയ്യൻ ഓടിച്ചോണ്ട് പോയി. പിന്നെ ഇവൻ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവള് പറഞ്ഞു കള്ളും കുടിച്ചോണ്ട് ഓടിക്കേണ്ട, പ്രശ്നമാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഇവൻ മേടിച്ച് ഓടിച്ചിട്ട് പിന്നെ ഇവള് അന്ന് കുറേ ഉപദ്രവിച്ചു. പക്ഷെ ഇവള് വീട്ടിൽ പറഞ്ഞില്ല. അപ്പൊ ഇവൻ കിടന്ന് കാല് പിടിക്കും, വീട്ടിൽ പറയണ്ട, അവര് വിഷമിക്കും, അത് ഞാൻ ഇങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവര് വേറൊരു ടൂറ് പോയപ്പോൾ അന്ന് അമ്മയുണ്ടായിരുന്നു. അവിടെ ബിയറൊക്കെ കുടിച്ച് ഇവളെ കുടിക്കാൻ പറഞ്ഞ് ഇവള് കുടിക്കാതിരുന്നപ്പം അവിടെ വെച്ച് പ്രശ്നമുണ്ടായി. അതും അവരുടെ അടുത്ത് ആരുടെ അടുത്ത് ഇവള് പറഞ്ഞില്ലേ. പിന്നീട് ഈ പിണക്കങ്ങളായപ്പോഴും ഇതൊക്കെ ഇവള് പറഞ്ഞു. പിന്നെ അവന് ഒരുപാട് കടമുണ്ട്. ഒരു 30 അവള് പറയുന്ന ഒരു 10-40 ലക്ഷം രൂപയുടെ കടമുണ്ട്. ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ഇവള് ചെന്നപ്പോ ഇവളെ സ്വർണം കുറച്ചെടുത്ത് പണയം വെച്ചിട്ട് ഒരു കാറ് വാങ്ങാന്ന് പറഞ്ഞ് ഇവിടെ അച്ഛൻ്റെ കൂടെയും ചോദിച്ചു പറഞ്ഞ് പാഴിക്കളയരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാറ് വാങ്ങിച്ചു. 5 ലക്ഷം ഒക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെ ആ പണയം വീണ്ടും പുതുക്കി 8 ലക്ഷത്തിനാണ്ട് ആക്കി. അമ്മയുടെ അവൻ്റെയും കൂടെ പോയി. അപ്പം നിരന്തരമായിട്ട് ഉപദ്രവമുള്ളതായിട്ട് പറഞ്ഞു. ഒന്നുമില്ല. അല്ലാതെ കൂടെ കൊണ്ടിവിടെ വരും. ഇവിടെ വന്നപ്പോഴാണ് ഒരു ദിവസം വേറൊരു പെങ്കൊച്ചിനും കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ട് ഇവളെ പ്രശ്നമാക്കി. അപ്പോൾ പിന്നെ അന്ന് തന്നെ അങ്ങ് പോയിട്ട് പിന്നെ ഒത്തിരി പ്രശ്നമായിരുന്നു. അവളതിന് കരയും പറയുകയൊക്കെ ചെയ്തു. വീട്ടുകാരോട് പറയുമ്പോൾ ഞാൻ അവരെ വീട്ടിൽ മൂത്തമ്മയോട് പറഞ്ഞു ഇവളെ വിളിച്ചിരുത്തി അവളെ വിഷമങ്ങൾ കേൾക്കാം. അപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും അറിഞ്ഞു. പക്ഷെ അവരെല്ലാം അത് അറിഞ്ഞതായിരുന്നു. ആ മൂത്തമ്മയുടെ മോനൊക്കെ ഇവന് മെസ്സേജുകൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞിട്ട് മെസ്സേജുകളൊക്കെ സംഭവത്തിന് മുമ്പ് എന്തെങ്കിലും വിളിച്ചെങ്കിലും പറയുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പാണ് വിളിച്ചത്. വിളിച്ചെന്ന് പറഞ്ഞാൽ ഒരു 4:45 ഇവള് വിളിച്ചിട്ട് പറഞ്ഞ് അവന്റെ അമ്മ വിളിച്ചപ്പോൾ ഇവള് ചോദിച്ചത് ചേട്ടൻ അവിടെ വന്നാന്ന് ചോദിച്ചപ്പോൾ വന്നില്ല എന്ന് അവര് പറഞ്ഞു. പക്ഷെ അവന്റെ ഫോൺ അവിടെ റിങ് ചെയ്യുന്ന ഇവള് കേട്ടോണ്ട് അവള് ചോദിച്ചത് ചേട്ടന്റെ ഫോൺ റിങ് ചെയ്യുന്നല്ലോ. പിന്നെ അമ്മ കള്ളം പറഞ്ഞു എന്തെന്ന് ചോദിച്ചു. എന്നിട്ട് അവള് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇങ്ങനെ അവിടുത്തെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഈ പെങ്കൊച്ചിനെ കാണാൻ പോയിട്ട് ഞാൻ വീട്ടിൽ വന്ന് വിളിക്കാം. അപ്പം എന്നിട്ട് 1 മണിക്കൂറായപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് വിളിച്ചപ്പോഴും പിന്നെ അവള് ഫോൺ എടുക്കാത്തത്. അപ്പം അതിൻ്റെ ഇടയിൽ അവളെ അച്ഛനും വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു നീ വീട്ടിൽ കൊണ്ടുപോയി ആക്ക്, ഞാൻ അടുത്ത മാസം വരും, അതുവരെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. കാരണം പിന്നെ അവര് പറഞ്ഞത് അങ്ങ് നേരെയാക്കും. ഒരു ദിവസം ഇതെനിക്ക് ഇപ്പം വാടകയ്ക്ക് താമസിക്കുകയാണ് തിരുവനന്തപുരത്ത്. ഇവർക്ക് പോയി വരാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ, അല്ലാതെ വേറെ പ്രശ്നങ്ങളുണ്ടോ അല്ല വീടെടുത്തത്.